നമസ്കാരം. പ്രധാന വാർത്തകൾ. ക്രിസ്തുമസ് പുതുവത്സരത്തിൽ മദ്യവിൽപ്പനയിൽ ഒന്നാം സ്ഥാനം പാലാരിവട്ടത്തിന്. ക്രിസ്തുമസ് പുതുവത്സര മദ്യവിൽപ്പനയിൽ വർധനവ്. കഴിഞ്ഞ വർഷം വിറ്റത് 697.05 കോടിയുടെ മദ്യമായിരുന്നെങ്കിൽ ഈ വർഷം വിറ്റത് 712.96 കോടിയുടെ മദ്യം. ഏറ്റവും കൂടുതൽ മദ്യം വിറ്റത് പാലാരിവട്ടം ഔട്ട്ലെറ്റിലാണ്. രണ്ടാമത് തിരുവനന്തപുരം പവർ ഹൗസ് ഔട്ട്ലെറ്റ്. പുതുവത്സര തലേന്നും റെക്കോർഡ് മദ്യവിൽപ്പനയാണ് നടന്നത്. ഇന്നലെ മാത്രം 108 കോടിയുടെ മദ്യമാണ് വിറ്റത്. വീട്ടുകാർ പോയ സമയത്ത് വീടിന് തീപിടിച്ച് കത്തി നശിച്ചു. കുന്നത്തുകാൽ പഞ്ചായത്ത് സ്റ്റേഡിയത്തിന് സമീപത്തെ വത്സന്റെ വീടാണ് കത്തി നശിച്ചത്. ബുധനാഴ്ച വൈകുന്നേരം 6:30 മണിയോടെയാണ് തീ പടർന്നത്. വത്സനും ഭാര്യയുമാണ് ഇവിടെ താമസിക്കുന്നത്. സംഭവ സമയത്ത് ഇരുവരും പുറത്തായിരുന്നതിനാൽ ആളപായമുണ്ടായില്ല. ഓലമേഞ്ഞ വീട് കത്തുന്നത് കണ്ട നാട്ടുകാർ പാറശാല ഫയർഫോഴ്സിൽ വിവരം അറിയിക്കുകയായിരുന്നു. സ്ഥലത്തെത്തിയ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീയണയ്ക്കാൻ മണിക്കൂറുകൾ ശ്രമിച്ച ശേഷമാണ് തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയത്. വീടിനകത്തെ സാധന സാമഗ്രികളെല്ലാം കത്തി നശിച്ചിട്ടുണ്ട്. തീ പടർന്നത് എങ്ങനെയെന്ന് വ്യക്തമല്ല. നാട്ടിലേക്കുള്ള യാത്രയിൽ കാണാതായി മലയാളി സൈനികൻ വിഷ്ണുവിനെ കണ്ടെത്തി. നാട്ടിലേക്കുള്ള യാത്രക്കിടെ കാണാതായ മലയാളി സൈനികൻ വിഷ്ണുവിനെ കണ്ടെത്തിയതായി വിവരം. ഇന്നലെ രാത്രി ബംഗളൂരുവിൽ നിന്നാണ് വിഷ്ണുവിനെ എലത്തൂർ പോലീസ് കണ്ടെത്തിയത്. സാമ്പത്തിക പ്രയാസം മൂലം നാട്ടിൽ നിന്ന് മാറി നിന്നതാണെന്നാണ് വിഷ്ണു പോലീസിന് നൽകിയ മൊഴി. വിഷ്ണുവിന്റെ ചില സുഹൃത്തുക്കളിൽ നിന്നും കിട്ടിയ വിവരത്തെ തുടർന്നാണ് പോലീസ് ബംഗളൂരുവിലെത്തിയത്. കഴിഞ്ഞ മാസം 17-നാണ് പൂനെ ആർമി സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും അവധിക്ക് നാട്ടിലേക്ക് തിരിച്ച വിഷ്ണുവിനെ കാണാതായത്. കോഴിക്കോട് എരഞ്ഞിക്കൽ കണ്ടംകുളങ്ങര ചെറിയകാരംവള്ളി സുരേഷിന്റെ മകനായ വിഷ്ണുവിനെ കാണാനില്ലെന്ന് കാണിച്ച് ബന്ധുക്കളാണ് പോലീസിൽ പരാതി നൽകിയത്. സൈനികരുടെ നേതൃത്വത്തിലും വിഷ്ണുവിനായി അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. എലത്തൂർ എസ്ഐയുടെ നേതൃത്വത്തിലുള്ള 4-അംഗ പോലീസ് സംഘത്തിന്റെ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ വിഷ്ണുവിനെ കണ്ടെത്തിയിരിക്കുന്നത്. കോളേജിൽ മൃതദേഹം കണ്ടെത്തിയ സംഭവം. കോളേജ് ഉടമയുടെ ഫോണിൽ ആത്മഹത്യാക്കുറിപ്പ്. തിരുവനന്തപുരം കരകുളത്തെ എഞ്ചിനീയറിംഗ് കോളേജിൽ കണ്ടെത്തിയ കത്തിക്കരിഞ്ഞ മൃതദേഹം കോളേജ് ഉടമ അബ്ദുൾ അസീസ് താഹയുടെ തന്നെയെന്ന് കൂടുതൽ തെളിവുകൾ പുറത്ത്. ഇദ്ദേഹത്തിന്റെ മൊബൈൽ ഫോണിലെ ഗാലറിയിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തി. മരണമല്ലാതെ മറ്റൊരു വഴിയില്ല എന്നാണ് കുറിപ്പിൽ പറയുന്നത്. ഇത് നേരത്തെ തയ്യാറാക്കിയ കുറിപ്പാണെന്ന് പോലീസ് വ്യക്തമാക്കി. മൊബൈൽ ഫോണിൽ നിന്ന് മറ്റു ദൃശ്യങ്ങൾ കണ്ടെടുക്കാനായില്ല. ഒരാഴ്ചയ്ക്കകം DNA ഫലമെത്തും. കൂടുതൽ വ്യക്തതയ്ക്കായി DNA ഫലം കാത്തിരിക്കുകയാണ് പോലീസ്. പുതുവത്സരാഘോഷത്തിനായി എത്തി കാർ കൊക്കയിലേക്ക് വീണ യുവാവിന് ദാരുണാന്ത്യം. ഇടുക്കി കുട്ടിക്കാനത്ത് കാർ കൊക്കയിലേക്ക് മറിഞ്ഞ് യുവാവ് മരിച്ചു. പുതുവത്സരാഘോഷത്തിനെത്തിയപ്പോഴായിരുന്നു അപകടം. 20-അംഗ സംഘവുമായി പുതുവത്സരം ആഘോഷിക്കാനായി കുട്ടിക്കാനത്ത് എത്തിയതായിരുന്നു ഫൈസൽ. ഇതിനിടെ ഫോൺ കോൾ വന്നപ്പോൾ വിളിക്കാനായി വാഹനത്തിൽ കയറി. ഈ സമയം അബദ്ധത്തിൽ കൈതട്ടി ഗിയർ മാറുകയായിരുന്നു. ഇതോടെ വാഹനം 350 അടി താഴ്ചയിലേക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത്. ഫയർഫോഴ്സും പോലീസും നടത്തിയ തെരച്ചിലിൽ ഇന്ന് രാവിലെയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. വാഴത്തോട്ടത്തിൽ കാട് വെട്ടിത്തെളിക്കുന്നതിനിടെ അപ്രതീക്ഷിത പൊട്ടിത്തെറി. 2 തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പരിക്ക്. വാഴത്തോട്ടത്തിൽ കാട് വെട്ടിത്തെളിക്കുന്നതിനിടെ അപ്രതീക്ഷിതമുണ്ടായ പൊട്ടിത്തെറിയിൽ 2 പേർക്ക് പരിക്കേറ്റു. കണ്ണൂർ മാലൂരിൽ കാട് വെട്ടിത്തെളിക്കുകയായിരുന്ന തൊഴിലുറപ്പ് തൊഴിലാളിയായ വിജയലക്ഷ്മി, പ്രീത എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇരുവരും കാട് വെട്ടിത്തെളിക്കുന്നതിനിടെ സ്ഫോടക വസ്തു പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഇവരുടെ പരിക്ക് ഗുരുതരമല്ല. സ്ഥലത്ത് പോലീസ് അടക്കമെത്തി പരിശോധന നടത്തി. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുകയാണെന്ന് പോലീസ് വ്യക്തമാക്കി. കാർ കുളത്തിലേക്ക് മറിഞ്ഞ് ഒരാൾ മരിച്ചു. 4 പേർക്ക് പരിക്ക്. കാർ കുളത്തിലേക്ക് മറിഞ്ഞ് ഒരാൾ മരിച്ചു. ഐര സ്വദേശി പ്രദീപാണ് മരിച്ചത്. 40 വയസ്സായിരുന്നു. അപകടത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. ഇവർ സഞ്ചരിച്ച കാർ കുളത്തിലേക്ക് മറിയുകയായിരുന്നു. നാട്ടുകാർ ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പരിക്കേറ്റ 4 പേരെ പാറശാല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. സ്കൂൾ ബസ് ഇറക്കത്തിൽ നിയന്ത്രണം വിട്ട് മറിഞ്ഞു. വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം. 18 പേർക്ക് പരിക്ക്. സ്കൂൾ ബസ് ഇറക്കത്തിൽ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥിനി മരിച്ചു. കണ്ണൂർ തളിപ്പറമ്പിന് സമീപമുള്ള കുറുമാത്തൂർ പഞ്ചായത്തിലെ ചിന്മയ സ്കൂളിലെ 5-ാം ക്ലാസ് വിദ്യാർത്ഥിനിയും ചൊറൂക്കള സ്വദേശിനിയായ നേതിയസ് രാജേഷാണ് മരിച്ചത്. ബസ്സിലുണ്ടായിരുന്ന 18 കുട്ടികൾക്ക് പരിക്കേറ്റു. ഇടറോഡിലെ ഇറക്കത്തിൽ നിന്ന് നിയന്ത്രണം വിട്ട ബസ് മതിലിലേക്ക് ഇടിച്ചു കയറി പലതവണ മലക്കം മറിഞ്ഞ ശേഷം ശ്രീകണ്ഠാപുരം തളിപ്പറമ്പ് പ്രധാന റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. അപകടത്തിൽ ബസ്സിൽ നിന്നും പെൺകുട്ടി തെറിച്ചുപോയി. തുടർന്ന് ബസ്സിനടിയിൽപ്പെട്ടു. ബസ് ഉയർത്തിയ ശേഷം കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. പരിക്കേറ്റ 18 കുട്ടികളെ തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിലും തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കുട്ടിയുടെ മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. ബസ് ഡ്രൈവർക്കും പരിക്കേറ്റിട്ടുണ്ട്. ദമ്പതികൾ സഞ്ചരിച്ച സ്കൂട്ടറിൽ പിക്കപ്പ് വാൻ ഇടിച്ചു. ദാരുണാന്ത്യം.
പത്തനംതിട്ട നരിയാപുറത്ത് സ്കൂട്ടറിൽ പിക്കപ്പ് വാൻ ഇടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. മാവേലിക്കര സ്വദേശി അഖിൽ കൃഷ്ണനാണ് മരിച്ചത്. അഖിലിനൊപ്പം ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന ഭാര്യ ഐശ്വര്യയ്ക്കും കുഞ്ഞിനും പരിക്കേറ്റു. ഇതിൽ ഐശ്വര്യയുടെ പരിക്ക് ഗുരുതരമാണ്. ഇവരെ കോഴഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്കൂട്ടറിൽ നിന്ന് തെറിച്ചു വീഴുകയായിരുന്ന ദമ്പതികളുടെ 2.5 വയസ്സുള്ള മകൾ. എന്നാൽ കുട്ടിക്ക് പരിക്ക് സാരമുള്ളതല്ല എന്നാണ് വിവരം. വള്ളിക്കോടുള്ള ഐശ്വര്യയുടെ വീട്ടിൽ പോയി മടങ്ങി വരുന്ന വഴിയായിരുന്നു അപകടം. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പിക്കപ്പ് പാഞ്ഞു കയറുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. സമയക്രമവും ടിക്കറ്റ് നിരക്കും പുതുക്കി. പുതുവർഷത്തിൽ ഹൗസ്ഫുൾ സർവീസുമായി നവകേരള ബസ്. പുതുവർഷത്തിൽ ഫുൾ ബുക്കിംഗുമായി നവകേരള ബസിന്റെ സർവീസ്. കോഴിക്കോട് നിന്നും ബംഗളൂരുവിലേക്കാണ് ഗരുഡ പ്രീമിയം സർവീസ് ഇന്ന് രാവിലെ നിറയെ ആളുകളുമായി സർവീസ് ആരംഭിച്ചത്. യാത്രക്കാർ കുറഞ്ഞതോടെ വീണ്ടും പുതുക്കി പണിത ശേഷം നടത്തിയ സർവീസിലാണ് ബുക്കിംഗ് നിറഞ്ഞത്. പുതിയ സമയപ്രകാരം നവകേരള ബസ് രാവിലെ 8:25-നാണ് കോഴിക്കോട് നിന്നും സർവീസ് ആരംഭിക്കുന്നത്. രാത്രി 10:25-ന് ബംഗളൂരുവിൽ നിന്നും കോഴിക്കോട്ടേക്ക് തിരിക്കും. ബത്തേരി മൈസൂരു വഴിയാണ് യാത്ര. ബംഗളൂരുവിൽ നിന്ന് കോഴിക്കോട് വരെ 900 രൂപയാണ് അടിസ്ഥാന ടിക്കറ്റ് നിരക്ക്. GSTയും റിസർവേഷനും ഉൾപ്പെടെ 968 രൂപ നൽകണം.